കോഴിക്കോട് ജയലക്ഷ്മി സിൽക്സിലുണ്ടായ തീപിടുത്തത്തിൽ ജില്ലാ ഫയർ ഓഫീസറുടെ റിപ്പോർട്ട് പുറത്ത്. കെട്ടിടത്തിൽ വസ്ത്രങ്ങളെല്ലാം കുത്തിനിറച്ച നിലയിൽ ആയിരുന്നുവെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന പരാമർശം. ഗോഡൌണിലാണ് വസ്ത്രങ്ങൾ നിറച്ചിരുന്നത്. ഇതാണ് അഗ്നിസുരക്ഷാ സംവിധാനം പ്രവർത്തിച്ചിട്ടും തീ അണയാതിരുന്നതെന്നും ജില്ലാ ഫയർ ഓഫീസറുടെ റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ കാരണം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കെട്ടിടത്തിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചിരുന്നുവെന്നും കൂടുതൽ സ്റ്റോക്ക് സംഭരിച്ചതാണ് തീപിടുത്തത്തിന്റെ ആഘാതം കൂട്ടിയതെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം സ്ഥാപനത്തിന്റെ മാനേജർ നൽകിയ പരാതിയിൽ ടൗൺ പോലീസ് കേസെടുത്തിരുന്നു. ഇതിനിടെ കോഴിക്കോട് നഗരത്തിലെ തുടർച്ചയായ തീപിടുത്തത്തെ തുടർന്ന് പരാതിയുമായി വ്യാപാരി സംഘടന രംഗത്ത് വന്നു. നഗരത്തിന് സുരക്ഷാ ക്രമീകരണങ്ങളില്ല. മുൻപ് തന്ന ഉറപ്പുകൾ സർക്കാർ നടപ്പാക്കിയില്ല. നഗരത്തിലെ ഫയർ സ്റ്റേഷന് കെട്ടിടം പോലുമില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചൂണ്ടിക്കാണിക്കുന്നു. മന്ത്രിമാരെ നേരിൽ കണ്ട പരാതി നൽകും. മിഠായിത്തെരുവ് തീപിടുത്തത്തിന് പുറമേ നൽകിയ ഒരു ഉറപ്പും പാലിച്ചില്ല. വ്യാപാരികൾ മാത്രമല്ല നഗരവാസികളും സുരക്ഷാ ഭീഷണിയിലാണെന്ന് വ്യാപാരികളുടെ സംഘടന ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ കോഴിക്കോട് നഗരത്തിൽ 40ഓളം വലിയ തീപിടുത്തങ്ങളാണ് ഉണ്ടായത്. തിരക്കേറിയ മിഠായിത്തെരുവിലും മെഡിക്കൽ കോളേജ് കെട്ടിടത്തിലും കളക്ട്രേറ്റിലുമെല്ലാം തീ പടർന്നപ്പോൾ നടത്തിയ പ്രഖ്യാപനങ്ങൾ പലതും പാലിക്കപ്പെട്ടിട്ടില്ലെന്നാണ് പുതിയ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്.